GSTN ഇ-വേ ബില്ലിൽ കുറച്ച് ചേഞ്ചസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനൊരു അഡ്വൈസറി GSTN ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഒന്നാമത്തത് മാൻഡേറ്ററി ക്യാപ്ചർ ഓഫ് ഷിപ്പ് ടു GSTIN ഇൻ ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻസ്. ബിൽ ടു ഷിപ്പ് ടു സിനാരിയോസിൽ ഷിപ്പ് ടു വേറൊരു അഡ്രസ്സിലാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സിന് മാൻഡേറ്ററി ആയിട്ട് GSTN നമ്മൾ ടൈപ്പ് ചെയ്യണം. ഷിപ്പ് ടു പ്ലേസ് അത് GST രജിസ്റ്റേർഡ് അല്ലെങ്കിൽ URP എന്ന് ടൈപ്പ് ചെയ്യണം ഷിപ്പ് ടു GSTN ഫീൽഡിൽ. ഇതാണ് ആദ്യത്തെ ചേഞ്ച്. രണ്ടാമത്തത് പുതിയൊരു ഇ-വേ ബിൽ ക്ലോഷർ ഫെസിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഇ-വേ ബില്ല് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സപ്ലയേഴ്സ്, റെസിപ്പിയന്റ്, ട്രാൻസ്പോർട്ടർ, അതുപോലെ ഇവരല്ലെങ്കിൽ ഡ്രൈവർ ഓർ ഓതറൈസ്ഡ് പേഴ്സൺ ഹൂസ് മൊബൈൽ നമ്പർ ഹാസ് ബീൻ പ്രൊവൈഡഡ് ഫോർ ക്ലോഷർ. ആദ്യത്തെ 3 ആൾക്കാർക്ക്, അതായത് സപ്ലയേഴ്സ്, റെസിപ്പിയന്റ്, ട്രാൻസ്പോർട്ടർ ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ, ഈ 3 പേർക്ക് ഓപ്ഷൻ ലോഗിന് ശേഷം അവൈലബിൾ ആയിരിക്കും. 4ാമത്തെ ആൾക്ക്, അതായത് ഡ്രൈവർ ഓർ ഓതറൈസ്ഡ് പേഴ്സൺ ഹൂസ് മൊബൈൽ നമ്പർ ഹാസ് ബീൻ പ്രൊവൈഡഡ് ഫോർ ക്ലോഷർ, ഡ്രൈവർക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ ഈ വെബ് ക്ലോഷർ നടത്താൻ പറ്റും. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ട്രാൻസാക്ഷൻസ്, അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതിനു ശേഷം ക്യാൻസൽ ചെയ്തു, പക്ഷെ ഈ-വേ ബില്ല് ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ-വേ ബില്ല് ഇപ്പോഴും ആക്റ്റീവ് ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഈ-വേ ബില്ല് ക്ലോഷർ ഫെസിലിറ്റി ഉണ്ട്. 24 hours മാത്രമേ ഈ-വേ ബില്ല് ക്യാൻസൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. 24 hours കഴിഞ്ഞിട്ടും ഈ-വേ ബില്ല് ക്യാൻസൽ ചെയ്തിട്ടില്ല, പക്ഷെ ഇൻവോയ്സ് ക്യാൻസൽ ചെയ്തു, ട്രാൻസ്പോർട്ടേഷൻ ഡെലിവറി ഒന്നും നടന്നിട്ടില്ല, അങ്ങനെ വരുമ്പോൾ ഈ-വേ ബില്ല് ആക്റ്റീവ് ആയിരിക്കും. അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ-വേ ബിൽ ക്ലോഷർ ഫെസിലിറ്റി. ഈ-വേ ബിൽ ക്ലോഷർ ഈ-വേ ബിൽ വൈസോ അല്ലെങ്കിൽ ഡേറ്റ് വൈസോ ആയിട്ട് പെർഫോം ചെയ്യാം. ഇപ്പൊ ഈ ഓപ്ഷൻ വോളണ്ടറി ആണ്. ഈ 2 ഫെസിലിറ്റീസും 15th June 2026 മുതലാണ് നടപ്പിൽ വരുന്നത്. 15th June 2026 മുതൽ ഇത് രണ്ടും ഈ-വേ ബിൽ പോർട്ടലിൽ വരും. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.